നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് നമ്മളുടെ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ. അപ്പോൾ ഇതിൽ നമ്മൾ രണ്ടാമത്തെ എപ്പിസോഡാണ് ഗൈസ് ഇത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് നമ്മളെ കടയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്, അത്യാവശ്യം 2-3 സാധനങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് അങ്ങ് തീർക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് പൈസയും കിട്ടുമല്ലോ ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നി കട എക്സ്പാൻഡ് ചെയ്യാം, അല്ലേ വേണ്ട ഗൈസ്, നമുക്ക് കുറച്ച് ഷെൽഫ് ഓർഡർ ചെയ്യാം. ഷെൽഫ് ഓർഡർ ചെയ്ത് അങ്ങ് നമ്മളെ കട അങ്ങ് സെറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഞാൻ കട ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഞാനപ്പോൾ കട ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ആൾക്കാർ വരും. എന്തോ ഗിഫ്റ്റ് ബോക്സ് വന്നിട്ടുണ്ട്, കേക്ക് മാർബ്രിയോ അങ്ങനെ എന്തോ, പക്ഷെ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. എനിക്ക് ഇൻ്റർനെറ്റ് ഓണാക്കാം. ഇൻ്റർനെറ്റ് ഓണാക്കിയാൽ ശരിയാവില്ല. ഓക്കെ, നമുക്ക് അടുത്ത 8th ഷെൽഫ് വാങ്ങണം. നമുക്ക് ഇങ്ങനെ ഇത്രയും സെറ്റായി. ഇതെല്ലാം ഫ്രിഡ്ജിൻ്റെ ഏരിയയാണ്. അപ്പോൾ ഒരു വലിയ ഷെൽഫും ഒരു ചെറുതും വാങ്ങണം. അപ്പോൾ 2 ഷെൽഫ്, അതായത് ഞാൻ ഒന്ന് കാർട്ടിൽ ആഡ് ചെയ്തിട്ടേക്കാം. ഒരു വലുതും ഒരു ചെറുതും. അപ്പോൾ മൊത്തം $600. ഗൈസ്, ഇതിപ്പോൾ 513 581, അത് 600 ആവട്ടെ ഗൈസ്. അപ്പോൾ നമുക്കങ്ങ് വാങ്ങാം. അപ്പോൾ കറക്റ്റ് ടാലി 13 ആവും ഗൈസ്. ഒന്ന് 16 ആവട്ടെ ഗൈസ്, വെയിറ്റ്. ഓക്കെ, 600 ആയിട്ടുണ്ട്. ബൈ ചെയ്തു. യെസ്, ബൈറ്റ്. അപ്പം ഇനി ഇത്ര പൈസ നമ്മളെ കയ്യിലുണ്ട് ഗൈസ്. പൈസ നമ്മളെ കയ്യിൽ ആവശ്യമുള്ളതുണ്ട് ഗൈസ്. അപ്പം ഇതിനകത്ത് നമുക്ക് അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്യണം. മാർപ്പ് 300.00. ഓക്കെ ഗൈസ്, ഇനി ആൾക്കാർ വന്ന് ഇതിൽ കളിച്ചോളൂ. ഇതിൽ ഒരു 100 രൂപയും കൂടെ ഡെപ്പോസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആൾക്കാർ പൈസ ഫുള്ള് എടുത്ത് തീർക്കുമ്പോൾ നമ്മൾ പിന്നെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും. ഈ ക്യാൻഡിയൊന്നും അങ്ങനെ നല്ല പ്രൊഡക്ഷൻ ഇല്ല. എന്താ കുപ്പി ഇതൊക്കെ എടുത്ത് കളയട്ടെ ഗൈസ്. നമുക്കിനി ഒരു ചെക്കൗട്ട് കൗണ്ടറും കൂടെ വാങ്ങണം. ഒരു ചെക്കൗട്ട് കൗണ്ടറും കൂടെ ഗൈസ്. നമുക്കിപ്പോൾ ഇത്രയും ഷെൽഫ് ഉണ്ടല്ലോ, അപ്പോൾ ആൾക്കാർ ഒരുപാട് വരണില്ല. കുഴപ്പമില്ല. നമുക്ക് ചെക്കൗട്ട് കൗണ്ടർ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യണം. ഇനി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ സ്പേസ് നമുക്ക് കിട്ടും. ഈ ഫുൾ സ്പേസ് നമുക്ക് കിട്ടുമെന്നാണ് തോന്നുന്നത് ഈ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ. ഇനി എത്ര എക്സ്പാൻഡിങ് കിടപ്പുണ്ടെന്ന് നോക്കട്ടെ. മാനേജിൽ നമ്മൾ ഗ്രോത്തിൽ 1 6 9 10 11 12 13 14 15 16 17 18 19 20. ഇനി 20 എക്സ്പാൻഡ് കിടപ്പുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ കട ഒരു വലിയ ഇതാവും. ഓക്കെ, നമുക്ക് അടുത്ത എക്സ്പാൻഡിന് എത്ര രൂപ കൊടുക്കണം? 1650. വേണ്ട. നമുക്കിപ്പോൾ ആദ്യം ഫർണിച്ചേഴ്സ് എന്ന് വന്നോട്ടെ ഗൈസ്. ഫർണിച്ചേഴ്സ് വന്നു കഴിഞ്ഞിട്ട് ഈ പ്രൊഡക്ട്സ് എല്ലാം തീർത്തിട്ട് നമുക്ക് കുറച്ചുകൂടെ നല്ല കൂടുതൽ സാധനം വാങ്ങണം. എല്ലാ ഐറ്റവും മിക്കതും 3 എണ്ണം വെച്ച് വാങ്ങണം ഗൈസ്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളെ സ്റ്റോർ റൂമിൽ കീപ്പ് ചെയ്ത് വെക്കുക. അപ്പോഴേ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാൻ പറ്റും ഗൈസ്. അല്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും ഗൈസ്. ഈ വേസ്റ്റ് ഭയങ്കര ഇതാണ്. ഒരു ഷെൽഫ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കെടുത്തൊരു സ്ഥലത്ത് കയറ്റി വയ്ക്കാം. നോക്കട്ടെ, ഇതൊന്ന് എടുത്ത് നമുക്ക് നേരി ഇവിടെ കയറ്റി വെച്ചാൽ പറ്റൂ. ഇവിടെ കയറ്റി വയ്ക്കാൻ പറ്റൂ. സ്പേസ് അങ്ങോട്ട് എടുക്കും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഗൈസ്, ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് 45 ഡിഗ്രി എന്നൊരു കറക്റ്റ് ഇവിടെ ആയിട്ട് അങ്ങ് പ്ലേസ് ചെയ്യാം. ഇവിടെ ചെയ്യട്ടെ. ബാക്കി ഇവിടെയൊക്കെ നമ്മൾ ഫുള്ള് ഫ്രിഡ്ജ് വയ്ക്കും. ഇവിടെ ഈ 2 ഫ്രിഡ്ജ്, ഇവിടെ ഇത്ര ഫ്രിഡ്ജ്, പിന്നെ ഇവിടെ എല്ലാം ഷെൽഫ്, ഇവിടെ എല്ലാം ഷെൽഫ്, പിന്നെ ഒരു ചെറിയ ഷെൽഫും കൂടെ ഇതേ കണക്കത്തത് ഇപ്പുറത്തും കൂടെ വെച്ച്. അപ്പോൾ ഇത് ഇവിടെ ഫുള്ളാവും. പിന്നെ ഇവിടെ ഒരു ഷെൽഫും കൂടെ വയ്ക്കും, പിന്നെ ഇവിടെ ഒരു ഷെൽഫും കൂടെ വയ്ക്കും. അങ്ങനെ അങ്ങോട്ട് പോകും. പിന്നെ ഇവിടെ അതേപോലെ ഫ്രണ്ടിൽ ഒരെണ്ണം, അങ്ങനെ വെച്ചാണ് ഗൈസിൻ്റെ പ്ലാൻ. ഇത് നമുക്ക് കുറച്ചുകൂടെ ഇറക്കി വയ്ക്കാം. ബിക്കോസ് സ്പേസ് ഇസ് നോട്ട് ദയർ. അങ്ങോട്ട് വയ്ക്കാൻ പറ്റില്ല. അങ്ങോട്ട്
ബാക്കിലോട്ട് പറ്റില്ല ഗൈസ്. ഓക്കെ, ഇവിടെ ഇരിക്കുന്ന തൽക്കാലത്തേക്ക്. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ ഷെൽഫും വന്നിട്ടുണ്ട്. നമുക്ക് ഇതും കൂടെ എടുത്തങ്ങ് ഇതാണ് ഞാൻ പറഞ്ഞ ആൾ. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് പിന്നെ $263 കൊടുക്കാനും പറ്റില്ല. നോക്കട്ടെ ഗൈസ്, വെയിറ്റ്. ഇത് നമ്മൾ അയ്യോ ചേടാ, ഇത് ഇവിടെ ഇട്ട് വയ്ക്കും. ഇതിൽ എത്ര രൂപയായി? 490 ആയോ? ടു എക്സ്പെൻസീവാ. മാർക്കറ്റ് പ്രൈസ് 95. ഓ ഗൈസ്, ഇത് ഞാൻ നല്ല എക്സ്പെൻസീവാണ് ഇട്ട് വെച്ചേക്കണം ഗൈസ്. മാർക്കറ്റ് പ്രൈസ് കുറഞ്ഞായിരുന്നു. എടാ 5 ഡേ തീർന്നു ഗൈസ്. ഇതാണ് ഒരു ഡേ തീർന്നത്. അപ്പോൾ $56. ഓക്കെ, നമ്മൾ ഇന്നത്തത് ടോട്ടൽ കസ്റ്റമേഴ്സ് 26 പേരാണ്. വളരെ കുറവ്, മോശം. ഓക്കെ, യെസ്റ്റർഡേ ബാലൻസ് 1000 സംതിങ്. ടോട്ടൽ സ്പെൻഡിങ് 1000 രൂപ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഗൈസ് ഫുള്ള്. ടോട്ടൽ ഇത് അതേഴ്സ് നമ്മൾ $56 നേരി ടാക്സിന് പോകുന്നു ഗൈസ്. നമുക്കിത് 95 തന്നെ വയ്ക്കണം, അല്ലെങ്കിൽ അവരൊന്നും വാങ്ങില്ല. കോഫി അത്ര അവിടെ ഇരിക്കണം. ബ്രെഡൊക്കെ ഗൈസ്. അപ്പോൾ നമുക്ക് പതുക്കെ സാധനങ്ങൾ ഓർഡർ ചെയ്യാം. കൂടുതൽ സാധനങ്ങൾ വരുത്തണം, കാരണം ഷെൽഫ് കൂടുതലുണ്ട്. പ്രൊഡക്റ്റിൽ സിറിയൽ 3 എണ്ണം, ഫ്ലോറ് 3 എണ്ണം, ലെഫ്റ്റ് സൈഡ് ഓയിൽ 2 എണ്ണം, വാട്ടർ വേണ്ട ഗൈസ്, വാട്ടർ 1 മതി. വാട്ടറിന് ഭയങ്കര വിലയാണ്. ചീസ് 3, കോഫി 3, സ്ലൈസ്ഡ് ബ്രെഡ് 2 മതി ഗൈസ്, ഇരിക്കട്ടെ, അത്രയ്ക്ക് വേണ്ട. പിന്നെ നമുക്ക് പാസ്ത സ്പെഗറ്റി വാങ്ങാം. ടീ ബ്ലാക്ക് 1 ഇടാം, 2 ജ്യൂസ്, പിന്നെ സോൾട്ട് 2 എണ്ണം, ബോംപാപ്പ കേക്ക് 2 എണ്ണം, ക്യാൻഡി ഇരിപ്പുണ്ട് കേസ്, അപ്പോൾ 1 എണ്ണം, ഈ സെറിയൽ 2 എണ്ണം. ഈ ഏത് സോഡ വാങ്ങണം ഗൈസ്? സാപ്പ് സോഡ വേണോ ഇത് വേണോ? ഞാൻ നോക്കട്ടെ. സാപ്പ് സോഡ ആണോ കൂടുതൽ? ഇല്ല, തീർന്നു. അപ്പം നമുക്ക് ഇത് വാങ്ങാം, 2 എണ്ണം ഇതങ്ങ് വാങ്ങാം. പിന്നെ ക്ലീനർ, യോഗട്ടിനൊക്കെ ഭയങ്കര വില ഗൈസ്. ഒരു യോഗട്ട് അങ്ങ് വാങ്ങിച്ചാലോ? അത് നമുക്ക് പതുക്കെ ഓർഡർ ചെയ്യാം ഗൈസ്. ഞാൻ പറഞ്ഞ ഇപ്പോൾ ഒരു ഹാൻഡ് വാഷും കൂടെ. അപ്പോൾ കുറേ ഐറ്റംസായി. അപ്പോൾ അതെല്ലാം നമുക്കങ്ങ് വാങ്ങാം. പിന്നെ ഒരു യോഗട്ട്, അത് ലാസ്റ്റ് ഈ സാധനങ്ങളെല്ലാം വന്നിട്ട് ഗൈസ്. യോഗട്ടിൻ്റെ 18 സാധനങ്ങൾ ഒരു പെട്ടിയിലുള്ളതിൻ്റെ വില ഉണ്ട് $162 മീൻസ്. അപ്പോൾ അതിന് എത്ര വിലയായിരിക്കും കൊടുക്കുന്നത്? നമ്മൾ ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഇതിനൊക്കെ കോഫി നമ്മൾ വാങ്ങുന്നത് $3, നമ്മൾ വിൽക്കുന്ന $5. അപ്പോഴത്തേക്ക് നമ്മൾ ഗൈസ് ചെറിയ സൗണ്ടൊക്കെ ഉണ്ടാകും, ഡോണ്ട് മൈൻഡ്. അപ്പോഴത്തേക്ക് നമ്മൾ ഇത് എന്തോന്ന് ബ്രെഡ് 6. അപ്പോൾ നമ്മൾ കുറച്ച് $1 കൂട്ടിയായിരിക്കും കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതൊരെണ്ണം വാങ്ങിച്ചാൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും ഗൈസ്. നിങ്ങൾ നോക്കിക്കോ, ഇവിടെ ഒരു കൂന കണക്ക് പെട്ടികൾ കാണും. ഒക്കെ ലാസ്റ്റ് എല്ലാം എടുത്ത് വയ്ക്കും. സാധനങ്ങളൊക്കെ തീർന്നു. കോഫി മീഡിയ ഇല്ലെന്ന് നേരത്തെ പറഞ്ഞ കോഫി മീഡിയ ഉണ്ടെന്ന് ഗൈസ്. എല്ലാ സാധനവും തീർന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് 20 എനർജി കൊടുത്തിട്ട് ഗാർബേജ് കളക്ഷൻ എടുക്കാം. ആൾക്കാർ വരുന്നു. ഐ ഡോണ്ട് ഹാവ് ഇനഫ് മണി. പിന്നെ വീട്ടിൽ പോകും. കണ്ട ഗൈസ്, പെട്ടികളൊക്കെ കണ്ട. ഇനി എത്ര പെട്ടി വരെ ഉണ്ട് ഇങ്ങനെ കുന്നുകൂടി കിടക്കും ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ലെവലപ്പ് ആയിട്ടുണ്ട്. ലെവൽ 27 ആയി നമ്മൾ. കണ്ട ഗൈസ്, പെട്ടികൾ നിരന്ന് കിടക്കണുണ്ടോ? കിടപ്പ്. അടുത്ത പെട്ടി വരട്ടെ. നമുക്കിത് കൊടുക്കാം ഗൈസ്. അടുത്ത പെട്ടി. ഓ, പെട്ടികൾ അതിൽ തറ. അയ്യാ, എല്ലാം അടിച്ച് തറ വീണ്. ഓക്കെ, നമ്മൾ കടയിൽ ഒരു സാധനവും ഇല്ല.
ഇവരോടെ പോണു. ഓ അത് കളിക്കാൻ പോണ കട പെട്ടെന്ന് ക്ലോസ് ചെയ്യാം. തിരിച്ചോ പെട്ടെന്നോ. നമുക്ക് ഈ വേസ്റ്റ് ഫസ്റ്റ് ഈ വേസ്റ്റ് ഫുള്ളെടുത്ത് കുപ്പിയും പാട്ടൊക്കെ എടുത്ത് കളയാം. എന്നിട്ട് എല്ലായിടത്തും കളയൂ. നമ്മളുടെ സാധനം നമുക്ക് അങ്ങോട്ട് നിരത്താം. ചീസൊക്കെ ഫുള്ള് വയ്ക്കുക. പ്ലേസ് ഇപ്പുറത്തും പ്ലേസ്. പെട്ടി എല്ലാം കൂടെ ഇവിടെ കൂട്ടിയിടുന്നു. എന്നിട്ട് ലാസ്റ്റ് എടുത്ത് കളയണം. ഓക്കെ, നമുക്ക് ഇവിടെ വയ്ക്കാം. ഓഹ് ഒരു ലോഡ് പെട്ടിയുണ്ട്. എൻ്റെ പൊന്നെ പണിപ്പാളും. ഇതെല്ലാം കൂടെ നിറച്ച് വെച്ച് കഴിയുമ്പം പണി നല്ല കിട്ടും. ഇതിനൊക്കെ എത്ര രൂപ? 8 വളരെ പ്രോഫിറ്റ്. പക്ഷേ സംതിങ് ലോ. പക്ഷേ ഗൈസ് പ്രോഫിറ്റ് കുറവാണ് നമുക്കതാണ് പ്രശ്നം. നോ പ്രോഫിറ്റ്. മണി പ്രൊഡക്റ്റൊന്നും തീർന്നില്ല ഗൈസ്. ഇതെന്ത് ഇങ്ങനെ? നമുക്ക് ഇവിടെ ഫുള്ള് ജ്യൂസ് അറിയാം, ഇവിടെ നിറയാം. ഓക്കെ സെറ്റ്. ഇതും ഇവിടെ ഫുള്ള് വയ്ക്കാം. ഓക്കെ, ചീസൊക്കെ നമ്മൾ കുറേ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ചീസ് ഒരുപാട് പേര് വാങ്ങുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് പെട്ടി ഇരിപ്പുണ്ട്. ആ ബ്രെഡ് ബാക്കിയെടുത്ത് നമുക്കത് ഇവിടെ അങ്ങോട്ട് കയറ്റാം. പ്ലേസ് ചെയ്തിട്ട് ബാക്കി ഫുള്ള് ഇവിടെയും കൂടെ അങ്ങ് വയ്ക്കാം. ബ്രെഡൊക്കെ എല്ലാവരും വാങ്ങിച്ച് തിന്നട്ടെ. പിന്നെ ഫ്ലോർ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതവിടെ കിടക്കട്ടെ. ജസ്റ്റ് ലാസ്റ്റ് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. ആപ്പിൾ ജ്യൂസ് പറഞ്ഞു. ഇതും കൂടെ വയ്ക്കാം. ഫ്ലോർ ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, നമ്മളുടെ ബോൺ പപ്പ കേക്ക്. എന്ത് കേക്കാണ് എന്തോ, പക്ഷെ ഒരു വെറൈറ്റി കേക്കാണ്. അത് ഉറപ്പാണ്. ഇനി ആവശ്യം പോലെ സാധനങ്ങളുണ്ട്, ആവശ്യം പോലെ. നമുക്കിത് ഫുള്ളങ്ങ് നിറയ്ക്കാം, കുഴപ്പമില്ല. ഇവിടെ ബാക്കി ജ്യൂസ്, പിന്നെ ഇവിടെയും കൂടെ 3 വയ്ക്കാം. ഞാൻ സ്പേസ് അങ്ങനെ ഇടാറില്ല. എനിക്ക് കട ഒഴിഞ്ഞ് കിടക്കുമ്പോൾ എന്തോ പോലെ. സോ ഞാൻ ഫുള്ള് നിറയ്ക്കാറുണ്ട് എപ്പോഴും. ഇതവിടെ ഇരിക്കട്ടെ, ബാക്കി അവിടെ ഇരിക്കട്ടെ, പിന്നെ പെട്ടി ഇവിടെ കിടക്കട്ടെ. നമ്മൾ അടുത്തെടുക്കുന്നു. അടുത്ത ബോൺ പപ്പ കേക്ക് ഇപ്പുറത്തിരിക്കട്ടെ ഫുള്ള്. ഓക്കെ, അടുത്ത പെട്ടി എടുക്കുന്നു. ടീ ബ്ലാക്ക് നമുക്ക് ഇവിടെ വയ്ക്കാം. ബാക്കി വരും 8. അപ്പോൾ ഈ ഷെൽഫ് നിറഞ്ഞ് പിന്നെ നമുക്ക് ഈ ഷെൽഫിലോട്ട് കയറ്റി തുടങ്ങാം. അടുത്ത പ്രൊഡക്റ്റ് കോഫി. ബാക്കി കോഫി നമുക്ക് ഇവിടെ ഇരിക്കട്ടെ. ഫ്ലോർ ഇതിൽ ഇവിടെ ഇരിക്കട്ടെ. ബാക്കി ഓയിൽ ഇങ്ങോട്ട് വയ്ക്കാം. ഇവിടെ വയ്ക്കാം. ബാക്കി 4 ഉണ്ട്. ബാക്കി 4 ഇവിടെ കിടക്കട്ടെ. കുറച്ച് സാധനങ്ങൾ നമുക്കെടുത്ത് മാറ്റി വെച്ചേക്കാം. അല്ല, നമ്മൾ ഇതിൽ കുറച്ച് സംഭവങ്ങൾ ഇരിപ്പുണ്ട്, അപ്പോൾ അത് വയ്ക്കാം. സിറിയൽ 2 ഞാൻ വാങ്ങിച്ചു. ഈ സിറിയൽ ഞാൻ ആവശ്യം പോലെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതും ഒന്ന് നിറയ്ക്കണം. കണ്ടോ, ഇത് ആവശ്യം പോലെ വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട്. ഇതേ അവിടെ ഇരിക്കട്ടെ. 2 പെട്ടി മതി ഗൈസ്. അപ്പോൾ നമ്മൾ കട അത്യാവശ്യം നിറഞ്ഞു. പക്ഷേ ഇവിടുത്തെ ഷെൽഫ് ഒന്നും നിറഞ്ഞിട്ടില്ല. അതെന്താണെന്ന് ഇനി നമുക്ക് അങ്ങോട്ട് നിറയ്ക്കാം. ഈ സിറിയൽ ഇത് ഫുള്ള് ഇവിടെ വയ്ക്കാം. ഇതൊക്കെ ഇങ്ങോട്ട് വയ്ക്കാം. ഇനി ബാക്കി പറഞ്ഞ 4. ഇത് നമുക്ക് ടേക്ക് ചെയ്യാം, വേറെ വഴിയില്ല. നമ്മൾ ഒരുപാട് വെച്ചാൽ പണി കിട്ടും. പണി നല്ല റെഡിക്ക് കിട്ടും. ഓക്കെ,
നേഴ്സറിയിലേ വെക്കണ്ട, നമുക്കിങ്ങോട്ട് ത്രോ ഇടാം. സാധനങ്ങളൊക്കെ തീർന്നല്ലോ. ഏടാ, എല്ലായിടത്തും വെക്കാനുള്ളായിരുന്നു. ഷെൽഫിൽ വെക്കാൻ സാധനങ്ങളൊന്നുമില്ല. ഇതാണ് എനിക്ക് ദേഷ്യം പറഞ്ഞത്. അവിടെ സോഡയേ ഉള്ളൂ. ക്യാൻഡി നമ്മൾ ഒരെണ്ണേ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വയ്ക്കാം. ബാക്കി അങ്ങോട്ട് അവിടെ വയ്ക്കാം. വേറെ വഴിയില്ല. നമ്മൾ സ്പേസ് ലാഭിക്കാൻ നോക്കിയിട്ട് ഈ സോഡ നമുക്ക് 2 സോൾട്ട് ഉണ്ട്. 2 സോൾട്ടും കൂടെ ഇവിടെ നിർത്താം. ഇവിടെ പിന്നെ ഇവിടെ വേണ്ട, ഇവിടെ സോൾട്ട്, ഈ സോൾട്ട്. യോഗട്ട് വന്നിട്ടുണ്ട്. നമ്മളെ യോഗട്ട്, അതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. യോഗട്ട് വന്നില്ലേ? പക്ഷെ നമ്മൾ യോഗട്ട് വാങ്ങിച്ചില്ലെന്ന് തോന്നുന്നു. ഫ്രിഡ്ജൊക്കെ നിറഞ്ഞായിരുന്നു. ഇത് ചീസ് ഇതും കൂടെ എടുത്ത് ഇവിടെ വയ്ക്കാം. അത്ര സാധനങ്ങൾ വെച്ചാൽ മതി ഗൈസ്. ബാക്കി നമ്മൾ ഇവിടെ കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട്. നമ്മളെ സ്റ്റോറേജിൽ കുറച്ച് എഗ്ഗ് ഇരിപ്പുണ്ട്. എഗ്ഗ് ഫ്രിഡ്ജിലല്ലേ വെക്കണം, അതുകൊണ്ട് വേണ്ട. നമുക്ക് ഇവിടെ വയ്ക്കാം. സ്ലൈസ്ഡ് ബ്രെഡ്, സിറിയൽ, ഇതൊക്കെ ഉള്ളൂ. സിറിയൽ വേണ്ട, ഇതും കൂടെ വയ്ക്കാം. അപ്പോൾ കുറേ നേരത്തൊക്കെ നമുക്ക് ഒരു കാഷ്യറിനെ കൂടെ വെക്കണം. ഇവിടെ ഇരിക്കട്ടെ ഫുള്ള്. ഇനി നമ്മൾ ഇവിടെ യോഗട്ടും കൂടെ വയ്ക്കാം. സോഡ ഇവിടെ കിടക്കട്ടെ. ഇതിവിടെ ഇരിക്കട്ടെ. ഇതുകൂടെ ഇരിക്കട്ടെ. ഇത് നമ്മളെ ബോട്ടിലിൻ്റെ വാട്ടർ. അടുത്ത പ്രാവശ്യം യൂസ് ചെയ്യാം. നമുക്ക് ഈ പ്രൊഡക്ട്സൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഒരു ഗാർബേജ് കളക്ഷൻ കൊടുക്കാം. ക്ലോസ് ചെയ്തിട്ട് നമുക്ക് എല്ലായിടത്തും പറക്കി വയ്ക്കാം. ഒരു റാക്കും കൂടെ വേണം. ഈ റാക്കിൽ എല്ലാം കൂടെ വയ്ക്കാൻ പറ്റില്ല. ആവശ്യം പോലെ സാധനങ്ങളുണ്ട്. ഇത് ഇവിടെ കിടക്കട്ടെ. ഇത് ഇവിടെ കിടക്കട്ടെ. പിന്നെ ഇതും കൂടെ ഉണ്ട് ഗൈസ്. ഓക്കെ, ഇത്ര സാധനങ്ങളാണ് നമ്മളെ ഷെൽഫിൽ ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഫുള്ള് ഗാർബേജാണ്. ഗാർബേജ്. അപ്പം നമുക്ക് PC കയറിയിട്ട് ഒരു ഗാർബേജ് കളക്ഷൻ അങ്ങ് എടുക്കാം. ബാങ്കിലെ ഡെക്കറിലെ മാനേജർ എവിടെയായിരുന്നു ഗൈസ്? മാറിപ്പോയല്ലോ, മറന്നും പോയി. എവിടെ? മാനേജറിലല്ലേ? സർവീസേഴ്സ്. യെസ്, 20 ഇത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളെ കട ഫുള്ള് ക്ലീൻ. ഇവിടെ സാധനം കുറവല്ലേ? കുഴപ്പമില്ല, ഇത്രയൊക്കെ മതി. കൂടുതൽ വെച്ച പണിയാണ്. ഇവൻ തീർന്നാ. അപ്പോൾ നമുക്ക് ഇവനങ്ങ് പറഞ്ഞ് സമയം കളഞ്ഞിട്ട് 4:10 സമയം കളഞ്ഞിട്ട് നമുക്ക് പുതിയൊരു ക്യാഷ്യറിനെ കൂടെ വയ്ക്കാം. പിന്നെ ഇതിരിക്കട്ടെ. പോട്ടെ. ഇപ്പോൾ 2 മിനിറ്റും കൂടെ ഉള്ളൂ. ഓക്കെ, സെറ്റ്, ക്ലോസ്. അപ്പോൾ നമുക്കൊരു ക്യാഷ്യറിനങ്ങ് വിളിക്കാം. വരൂലെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നെ വിളിക്കാം. ഓക്കെ, നമ്മളെ കട ഇന്നത്തെ ഒരു വലിയ എക്സ്പെൻസ് നമ്മളിപ്പോൾ തീർക്കും. കട ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഗൈസ്. ഓപ്പൺ ആക്കാൻ സമയമായിട്ടില്ല. നമ്മൾ ഒരു സാധനം കൂടെ ഓർഡർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അതിന് എത്ര രൂപ വരും നോക്കാം ഗൈസ്. $164 കൊടുത്ത് വാങ്ങണം യോഗോട്ട്. അത് നമുക്ക് എത്ര രൂപയ്ക്ക് ഇടാൻ പറ്റുമെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഗൈസ്. നമ്മൾ കട തുറന്നിട്ടുണ്ട്. എന്തായാലും യോഗോട്ട് വരട്ടെ. അപ്പം നമ്മളൊരു നല്ല അടിപൊളി സംഭവം ചെയ്യുന്നതായിരിക്കും എന്ന് തോന്നുന്നു. ഇതാൻ കൊടുക്കാം ഗൈസ്. യോഗോട്ട് ഗൈസ്, ഇതിനാണ് ഞാൻ കാത്തിരുന്നത്. ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറ്റുമോ?
Bro, that's so boring. ഓക്കെ, നമുക്കിതിൻ്റെ പ്രൈസ് സെറ്റ് ചെയ്യണം ഗൈസ്. അവിടെ ഈ വല്ലാത്ത പറ്റിപ്പായി പോയി. $164 കൊടുത്ത് വാങ്ങിച്ചിട്ട് $17. പക്ഷെ അത് ഹൈലി എക്സ്പെൻസ് ആണ്. ഇത് മിനിമം 40 സംതിങ് വരെ ഇടാൻ പറ്റും. നമുക്ക് 18 അടക്കട്ടെ ഗൈസ്, കാരണം ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചല്ലേ. $18. ഓ, നമ്മൾ ഇന്നത്തെ ദിവസം തീർന്നു. ടാക്സ് 49. ഒക്കെ പോട്ടെ ഗൈസ്, കുഴപ്പമില്ല. സ്കിപ്പ് ടു മോർണിംഗ്. നമുക്കിനി ഇതും കൂടെ എടുത്ത് പെട്ടിയിലിടാം. യെസ്, കട തുറന്നില്ലേ ഞാൻ? യെസ്, കട തുറന്നു. പക്ഷെ എന്താ ആൾക്കാർ വരെത്താം? ഓ ഗൈസ്, ആൾക്കാർ നിറഞ്ഞു പറഞ്ഞു. ഇപ്പം നമുക്ക് ഇത് നോക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഗൈസ്. യെസ്, ഇതൊന്നും വരുന്നില്ലല്ലോ. ഇവിടെയാണ് വ്യൂ ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, വ്യൂ കംപ്ലീറ്റ് ദ ഓർഡർ ടു ഗെറ്റ് ദ റിവാർഡ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇവന് നമ്മൾ സാധനം വാങ്ങിച്ച് കൊടുക്കണോ? 5 റൈസ് ബസ്മതി വാങ്ങിച്ച് കൊടുക്കണം. ഇന്നത്തേക്ക് തരൂല എന്തായാലും. നോക്കട്ടെ ഗൈസ്, 5 റൈസ് ബസ്മതി ഒരെണ്ണം വാങ്ങിച്ച് ഇവന് കൊടുത്തു നോക്കട്ടെ. കളി എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. റൈസ് ബസ്മതി റൈസ് ഒരെണ്ണം അങ്ങ് ബൈ ചെയ്തിട്ടുണ്ട്. എത്ര? 5 എങ്കിൽ 5. ഇത് ഇവന് കൊടുക്കണം ഇനി. ഓ ഗൈസ്, കളി മനസ്സിലായി. റൈസ് ബാസ്മതി അല്ലേ ഇത്? പാക്കേജ് ഇൻകറക്റ്റാ. ഇതേപോലെ 5 എണ്ണം. ഓ, 5 എണ്ണം കൊടുക്കണം നമ്മൾ. ഓ ഗൈസ്, കളി മനസ്സിലായി. പക്ഷെ ഇത് കുറച്ച് ടാസ്ക്കാണ്. വേറെ സാധനങ്ങളും എല്ലാം എന്താ, യോഗട്ടൊക്കെ ഭയങ്കര വിലയാണ്. യോഗട്ട് 17 എണ്ണം വേണം. 5 എണ്ണം മതിയോ? നമുക്ക് ബാക്കി 5 എണ്ണം വെക്കാം. ഇത് എവിടെയെങ്കിലും വെച്ചിട്ട് ഷെൽഫിൽ ബാക്കി 5 എണ്ണം ഉള്ള സമയത്ത് ഇവന് കൊണ്ട് കൊടുക്കാം ഗൈസ്. ഓ, വാട്ട് ദ ഹെൽ ഗൈസ്, ഇവൻ കൊണ്ട് ഡെലിവറി ചെയ്യുമോ അതോ നമുക്ക് പൈസ കിട്ടുമോ? ഒരു യോഗോട്ടും കൂടെ വാങ്ങിച്ച് നോക്കാം. എന്തായാലും ഞാൻ വെറുതെ പൈസ കളയലാണ് പണി എൻ്റെ. എന്തായാലും ഒരു യോഗോട്ടും കൂടെ വാങ്ങിച്ച് ഈ പൊട്ടൻ കൊണ്ട് കൊടുത്ത് നോക്കാം. ഓക്കെ, അങ്ങ് ബൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് കൊടുക്കുക. ഇനി ഇത് 18 എണ്ണം ഉണ്ട്. അപ്പോൾ 17 എണ്ണം നമ്മൾ ഇവന് കൊടുക്കണം. പെട്ടിയല്ല ഗൈസ്, ഐറ്റത്തിൻ്റെ എണ്ണമാണ്. ക്ലോസ്. ഓക്കെ, ഇപ്പം ഷിപ്മെൻറ്റ് കംപ്ലീറ്റ്. $250